ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപുതച്ച ശാന്തതയിലേക്ക് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കടന്നെത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ ചൊല്ലി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം കേവലം ഒരു നയതന്ത്ര പ്രശ്നത്തിൽ നിന്ന് സൈനികവും സാമ്പത്തികവുമായ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വളർന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും അത് നിരസിക്കപ്പെട്ടതോടെ സൈനിക ശക്തിയും സാമ്പത്തിക ഉപരോധവും ഭീഷണിയായി ഉയർത്തുകയും ചെയ്തതാണ് നിലവിലെ അശാന്തിക്ക് കാരണം. 2026 തുടക്കത്തിൽ പറ്റൂഫിക് സ്പേസ് ബേസിലേക്ക്, അതായത് പഴയ തൂൾ എയർബേസിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കപ്പെട്ടതോടെ ആർട്ടിക് മേഖല ഒരു വലിയ സംഘർഷ വേദിയായി മാറിക്കഴിഞ്ഞു. ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രീൻലാൻഡ് രാഷ്ട്രീയമായി ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം കേവലം ഒരു ദ്വീപല്ല, മറിച്ച് തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ കാവൽപ്പുരയാണ്. റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന ആർട്ടിക് സാന്നിധ്യത്തെ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡിന് മേൽ പൂർണ്ണ അധികാരം വേണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. ആഗോള താപനം മൂലം ആർട്ടിക് മഞ്ഞുപാളികൾ ഉരുകുന്നതോടെ പുതിയ കപ്പൽച്ചാലുകൾ തുറക്കപ്പെടുകയും അവിടുത്തെ വൻതോതിലുള്ള ധാതു നിക്ഷേപങ്ങൾ കൈക്കലാക്കാൻ വൻ ശക്തികൾ മത്സരിക്കുകയും ചെയ്യുന്നു. ലിഥിയം, കോബാൾട്ട് തുടങ്ങിയ വിലപിടിപ്പുള്ള അമൂല്യ ധാതുക്കളാൽ സമ്പന്നമാണ് ഗ്രീൻലാൻഡ് എന്നത് ഈ താൽപര്യത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഗ്രീൻലാൻഡിന്റെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള പറ്റൂഫിക് സ്പേസ് ബേസ് വർഷങ്ങളായി അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലാണ്. റഷ്യയിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വടക്കേ അമേരിക്കയെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകളെ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള റഡാറുകൾ ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ താവളത്തിലേക്ക് ഇപ്പോൾ അമേരിക്കൻ F-16 വിമാനങ്ങൾ എത്തിയത് ഡെൻമാർക്കിന്റെയും യൂറോപ്പിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഡെൻമാർക്ക് ഇതിനെ കാണുന്നത്. സൈനിക വിന്യാസം പതിവ് നടപടി മാത്രമാണെന്ന് നോറാഡ് വിശദീകരിക്കുമ്പോഴും ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ബലപ്രയോഗം പോലും വേണ്ടിവന്നാൽ മടിക്കില്ലെന്ന ട്രംപിന്റെ പ്രസ്താവന ഇതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ഗ്രീൻലാൻഡ് തർക്കം ഇപ്പോൾ കേവലം ഡെൻമാർക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ വൻ ശക്തികൾ ഡെൻമാർക്കിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് ഡെൻമാർക്ക് സൈനിക വിന്യാസം ആരംഭിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇതിന് തിരിച്ചടിയായി ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% അധിക നികുതി ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗ്രീൻലാൻഡ് വിട്ടു നൽകാൻ തയ്യാറാകാത്ത പക്ഷം ഈ നികുതി 25% ഉയർത്തുമെന്നാണ് ഭീഷണി. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ വിള്ളലായി മാറുകയാണ്. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെയും ഡെൻമാർക്കിന്റെയും നിലപാടാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം പണം കൊടുത്ത് വാങ്ങാമെന്ന അമേരിക്കൻ ചിന്താഗതി പഴയ കോളനി വാഴ്ച കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണെന്ന് വിമർശകർ പറയുന്നത്. ഗ്രീൻലാൻഡിലെ ജനങ്ങൾ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ്. അമേരിക്കയുടെ ഭാഗമായാൽ തങ്ങളുടെ സംസ്കാരവും അതുപോലെ സ്വത്വവും നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു. കോപ്പൻഹേഗനിലും നൂക്കിലും നടന്ന വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഈ വികാരത്തിന്റെ പ്രതിഫലനമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രദേശത്തെ കീഴ്പ്പെടുത്താനുള്ള നീക്കം നാറ്റോ സഖ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ്. ഈ പ്രതിസന്ധി എങ്ങോട്ട് നീങ്ങും എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ആർട്ടിക് മേഖലയെ ശാന്തിയുടെ ഇടമായി നിലനിർത്തണമെന്ന ആഗ്രഹം ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചേക്കാം. ചൈനയും റഷ്യയും ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കാത്തിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട ഒരു വിഷയം സൈനിക വിന്യാസങ്ങൾക്കും സാമ്പത്തിക ഭീഷണിയിലേക്കും നീങ്ങുന്നത് ഒട്ടും ശുഭകരമല്ല. ലോക ചരിത്രത്തിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെടുകയാണോ, അതോ ഗ്രീൻലാൻഡിന്റെ മഞ്ഞുപാളികൾ ഈ തർക്കങ്ങളെ തണുപ്പിക്കുമോ? വരും മാസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ ഇതിന് ഉത്തരം നൽകും. ഡെൻമാർക്കിന്റെയും ഗ്രീൻലാൻഡിന്റെയും നിശ്ചയദാർഢ്യം ഒരു വശത്തും അമേരിക്കയുടെ തന്ത്രപ്രധാനമായ നിർബന്ധ ബുദ്ധി മറുവശത്തും നിൽക്കുമ്പോൾ ആർട്ടിക്കിലെ മഞ്ഞ് ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.